77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിൽ ഭാരതം കർത്തവ്യപഥത്തിൽ സൈനിക ശക്തിയുടെയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കുന്ന പരേഡാണ് കണ്ടത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരായിരുന്നു പരേഡിലെ മുഖ്യാതിഥികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതം ഇങ്ങനെ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കരുത്ത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കണ്ടത്. പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ദിന പരേഡ് എന്തുകൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ നിന്നുള്ള കാഴ്ചകൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ? അശ്വതി, 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഏറ്റവും മുഖ്യ ആകർഷണമായിട്ടുള്ള പരേഡ് കർത്തവ്യപഥത്തിൽ സമാപിച്ചിരിക്കുകയാണ്. ഭാരതബന്ധ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും ആവേശവുമാണ് കർത്തവ്യപഥത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സാംസ്കാരികമായി എത്രത്തോളം സമ്പന്നമാണ്, സൈനികപരമായി എത്രത്തോളം ശക്തമാണ് നമ്മുടെ ഭാരതം എന്ന് പ്രകടമാക്കുന്നതായിരുന്നു, എന്ന് വിളിച്ചോതുന്നതായിരുന്നു കർത്തവ്യപഥത്തിൽ നടന്നിട്ടുള്ള പരേഡ്. സൈനിക പരേഡ് പരിശോധിക്കുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഒപ്പം നമ്മുടെ സൈനികരുടെ ധീരതയും കൂടി പ്രകടമാക്കുന്നതായിരുന്നു ആ പരേഡ് ക്രമീകരിച്ചത്. എങ്ങനെയാണോ യുദ്ധമുഖത്ത് സൈനിക വിന്യാസം നടത്തുക, അതിന് സമാനമായാണ് സൈനികർ ഇത്തവണ പരേഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയൻ ഇന്ന് കർത്തവ്യപഥത്തിലൂടെ പരേഡ് ചെയ്തു. കൂടാതെ ആനിമൽ കണ്ടിജന്റ്, സൈന്യത്തിൻ്റെ ആനിമൽ കണ്ടിജന്റും ആദ്യമായി ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥത്തിലൂടെ പരേഡ് ചെയ്തു. 300 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഉപരിതല റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ന് ഭാരതം കർത്തവ്യപഥത്തിലൂടെ ലോകത്തിനു മുൻപിലേക്ക്, ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനു മുൻപിലേക്ക് തന്നെ എത്രത്തോളം സൈനികപരമായി ശക്തമാണ് ഭാരതം എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. S-400 ഭാരതത്തിൻ്റെ സുദർശന ചക്ര, കൂടാതെ വിവിധ സൈന്യത്തിൻ്റെ കണ്ടിൻജൻറ്റുകളും ഈ പരേഡിൻ്റെ ഭാഗമായി, കൂടാതെ 30 നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടേതുമായി 30 നിശ്ചല ദൃശ്യങ്ങൾ. സ്വതന്ത്രത കാ മന്ത്ര, വന്ദേ ഭാരത്, സമൃദ്ധി കാ മന്ത്ര, ആത്മനിർഭർ ഭാരത് എന്നീ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഈ നിശ്ചല ദൃശ്യങ്ങളും പരേഡും അണിയിച്ചൊരുക്കിയിരുന്നത്. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വാട്ടർ മെട്രോയും കൂടാതെ ഡിജിറ്റൽ സാക്ഷരത എന്നീ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് നിശ്ചല ദൃശ്യം തയ്യാറാക്കിയത്. ഓരോ സംസ്ഥാനങ്ങളും വിവിധ മന്ത്രാലയങ്ങളും ഈ 2 ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് ഭാരതത്തിൻ്റെ ആത്മനിർഭരത പ്രകടമാക്കുന്ന രീതിയിൽ, സൈനിക ശക്തി പ്രകടമാക്കുന്ന രീതിയിൽ, ഭാരതത്തിൻ്റെ കുതിപ്പ് പ്രകടമാക്കുന്ന രീതിയിലുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് അണിനിരുന്നത്. കൂടാതെ വന്ദേ മാതരത്തിൻ്റെ 150ാം വർഷം എന്ന ആശയത്തിൽ 2500ഓളം കലാകാരന്മാർ അണിനിരുന്ന ദൃശ്യാവിഷ്കാരം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ ആകർഷണമായി. വന്ദേ മാതരത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അവതരിപ്പിച്ചത്. ക്ലാസിക്കൽ ഡാൻസ്, കൂടാതെ നാടോടി നൃത്തങ്ങൾ, ഗോത്രകല, ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ദൃശ്യ ആവിഷ്കാരം, വന്ദേ മാതരത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ് 2500 കലാകാരന്മാർ ചേർന്നുകൊണ്ട് ഈ പരേഡിൽ അണിനിർത്തിയത്. കൂടാതെ ശക്തിമാൻ റെജിമെൻറ്റും ഇത്തവണ ഡ്രോണുകളും അത്യാധുനിക നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിമാൻ റെജിമെൻറ്റും ഇതാദ്യമായി പരേഡിൻ്റെ ഭാഗമായി. യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷൻ കൗൺസിൽ പ്രസിഡന്റുമാരായിരുന്നു ഇത്തവണ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. രാവിലെ യുദ്ധസ്മാരകത്തിൽ ഭാരതത്തിന് വേണ്ടിയും ഏറ്റവും വലിയ ത്യാഗം ചെയ്ത, ജീവൻ തന്നെ ബലി നൽകിയിട്ടുള്ള സൈനികർക്ക് മുൻപിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റിപ്പബ്ലിക് ദിന പരേഡിനും അതിൻ്റെ ആഘോഷ പരിപാടികൾക്കും തുടക്കം കുറിച്ചത്. തീർച്ചയായും ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ പ്രഥമ പൗര അഭിസംബോധന ചെയ്ത ഈ പരേഡിന്റെ പ്രധാന ആകർഷണം സ്ത്രീ പ്രാതിനിധ്യം തന്നെയായിരുന്നു. എങ്ങനെ നോക്കി കാണുന്നു അതിനെ? തീർച്ചയായും അശ്വതി, തീർച്ചയായും രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപ തന്നെ ഇന്ന് ഒരു വനിതയാണ്. രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപയായി ഭാരതത്തെ മുൻപോട്ട് നയിക്കുന്നത് ഒരു വനിതയാണ്. കൂടാതെ പരേഡിൻ്റെയും പല റെജിമെൻറ്റുകളെയും പല കണ്ടിജൻറ്റുകളും നയിച്ചതും സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന വനിതകളാണ് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പരേഡിൻ്റെ ഏറ്റവും ഒടുവിലെത്തിയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, അതിലെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയതും വനിതാ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് വനിതാ ശക്തി എത്രത്തോളം ഭാരതത്തെ മുൻപോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് ഭാരതത്തിലെ വനിതകൾ ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്വയം പര്യാപ്തത മുതൽ പ്രതിരോധ രംഗം വരെ, കായിക മേഖലയിൽ വരെ ഭാരതത്തിൻ്റെ പെൺകുട്ടികൾ കരുത്തു തെളിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നടന്ന പരേഡിലും ആ സൈനിക ശക്തിയിലുമെല്ലാം തന്നെ വനിതാ പ്രാതിനിധ്യവും
സ്ത്രീ ശാക്തീകരണവുമെല്ലാം തന്നെ വാക്കുകൾക്കപ്പുറത്തേക്ക് ഭാരതം എത്രത്തോളം വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നു, വനിതകൾ തീർച്ചയായും ജിഷ്ണു അത്തരത്തിലൊരു നാരീശക്തി തന്നെയാണ് പ്രകടമായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും ഭാരതത്തിനെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഈ 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിലും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ അതിഥികളായി എത്തിയത് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളാണ്. പ്രത്യേകിച്ച് അമേരിക്ക അവരുടെ കണ്ണിലെ കരടാകുന്ന ഒരു സാഹചര്യത്തിൽ, ഭാരതത്തിനെതിരെ അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലൊക്കെയാണ് ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളാകുന്നത്. നിർണായകമായ ഊഷ്മളമായ ബന്ധം പുതുക്കുന്നതിനൊപ്പം തീർച്ചയായും അമേരിക്കയ്ക്ക് ഇതൊരു കൊട്ടുകൂടിയല്ലേ? അശ്വതി, യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റും കൗൺസിൽ പ്രസിഡന്റുമാണ് 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭാരതത്തിന്റെ മുഖ്യാതിഥികളായി എത്തിയത്. ഇന്നലെ ഊഷ്മള സ്വീകരണം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടറിനും കൂടാതെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയ്ക്കും ഭാരതം നൽകിയിരുന്നു. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുടെ അംഗരക്ഷകർക്കൊപ്പം രാഷ്ട്രപതിയുടെ വാഹനത്തിലാണ് ഈ അതിഥികൾ പരേഡിലേക്ക് എത്തിയത്. ഈ പരേഡിലെ മുഖ്യാതിഥികൾ എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിന്റെ വാണിജ്യ വ്യാപാര മേഖലയിലെ ബന്ധം എത്രത്തോളം വിപുലമാകുന്നു എന്നതുകൂടിയാണ്. അമേരിക്കയ്ക്കുള്ള കൊട്ട് എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാം തന്നെ വിപണി കണ്ടെത്തുക, മൂല്യം കണ്ടെത്തുക എന്ന വ്യക്തമായ നയവും തീരുമാനവും കേന്ദ്ര സർക്കാരിനുണ്ട്. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചപ്പോൾ അമേരിക്കയോട് കടുപ്പിച്ചു പറയാതെ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാം, അതൊരു വഴിക്ക് പോകട്ടെ. അതിനപ്പുറത്തേക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം കണ്ടെത്താനുള്ള തീരുമാനം രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി എത്തുകയും വ്യാപാര മേഖലയിൽ നിർണായകമായ ചർച്ചകൾ നടത്തുകയും യൂറോപ്യൻ യൂണിയനുമായി നിർണായകമായിട്ടുള്ള കരാറുകളിലേക്ക് ഭാരതം മുൻപോട്ട് പോകുന്നത്. അതുകൂടി ഈ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭാരതത്തിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഭാരതം. അത് പ്രതിരോധ മേഖലയാണെങ്കിലും വാണിജ്യ വ്യവസായ മേഖലകളിലും പരിശോധിക്കുമ്പോൾ ഇറക്കുമതിയെ ആശ്രയിച്ച് മുൻപോട്ട് പോയിരുന്ന രാജ്യം ഇന്ന് പ്രതിരോധ മേഖലയിൽ പോലും യുദ്ധോപകരണങ്ങൾ പോലും ലോക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് സാമ്പത്തിക സൈനിക ശക്തിയായി വളർന്നു വരുന്നു. ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തി എത്രത്തോളമാണ്, സാംസ്കാരികമായി നമ്മുടെ ഭാരതം എത്രത്തോളം സമ്പന്നമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന്. സൈനിക കരുത്ത് അങ്ങേയറ്റം പ്രകടമാക്കുന്ന ഒരു പരേഡ് കൂടിയായിരുന്നു ഇത്. ബാറ്റിൽ അറേ ഫോർമാറ്റിലാണ് ഇതുവരെ നമ്മൾ ആഘോഷിച്ച റിപ്പബ്ലിക് ദിനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സൈനിക കരുത്ത് അങ്ങേയറ്റം വ്യക്തമാക്കുന്നത്, അതായത് ശത്രുക്കൾക്ക് കൃത്യമായ താക്കീത് നൽകുന്ന ഭാരതത്തിന്റെ വിളംബരം തന്നെയായിരുന്നില്ലേ? ഈ സൈനിക കരുത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് പുതിയ ബറ്റാലിയനൊക്കെ പുറത്തിറക്കുന്നു, പുതിയ ആയുധങ്ങൾ പുറത്തിറക്കുന്നു. ആ സാഹചര്യത്തിൽ അശ്വതി, തീർച്ചയായും എങ്ങനെയാണോ യുദ്ധമേഖലയിൽ സൈനിക വിന്യാസം നടത്തുന്നത് ആ രീതിയിലാണ് സൈനികർ ഇന്ന് ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായത്. അതിൽ പരേഡിൻ്റെ ആദ്യം ആരംഭിക്കുമ്പോൾ തന്നെ പരേഡ് ബാൻഡ് മുൻപോട്ട് പോകുന്നു. പിന്നീട് പരേഡ് കമാൻഡറും സെക്കൻഡ് ഇൻ കമാൻഡറുമാണ് പരേഡിനെ മുൻപോട്ട് നയിച്ചത്. അതിന് പിറകെ അതിഥികളായെത്തിയ യൂറോപ്യൻ കൗൺസിലിൻ്റെ ഭാഗമായി യൂറോപ്യൻ കൗൺസിലിൻ്റെയും കണ്ടിജൻറ്റ് 2 ജീപ്പുകളിലായി മുൻപോട്ട് പോയി. അതിനുശേഷമാണ് അശ്വതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതം എത്രത്തോളം സൈനിക ശക്തി ആർജിച്ചിട്ടുണ്ട്, പുതിയ റെജിമെൻറ്റുകൾ, പുതിയ യുദ്ധോപകരണങ്ങൾ, ഇവയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സൈനികരുടെ മാർച്ച് പാസ്റ്റ് അല്ലെങ്കിൽ പരേഡ് മുൻപോട്ട് പോയത്. ആദ്യം കരസേനയുടെ കുതിരപ്പടയെത്തി, കൂടാതെ ഹൈ മൊബിലിറ്റി റെക്കഗ്നൈസ് വാഹനം, ആകാശത്ത് ധ്രുവ് ഹെലികോപ്റ്ററുകളാണ് പിന്നീടെത്തിയത്. കരസേനയുടെ യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് പിന്നീട് പരേഡിലെത്തി അനിമൽ കണ്ടിജൻറ്റ്, അതിന് പിറകെ നാവികസേന, അതിന് പിറകെ വ്യോമസേന, പിന്നീട് DRDOയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ. അതിൽ തന്നെ ഭാരതം ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ സേനയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട് തദ്ദേശീയമായും അല്ലാതെയും സ്വന്തമാക്കിയിട്ടുള്ള യുദ്ധോപകരണങ്ങൾ S-400 സുദർശന ചക്ര എന്ന വ്യോമ പ്രതിരോധ മേഖലയിൽ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം, കൂടാതെ 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ റോക്കറ്റ് ലോഞ്ചർ, ഇവയെല്ലാം തന്നെ ഈ പരേഡിൻ്റെ ഭാഗമാക്കി. അതോടൊപ്പം തന്നെ പുതുതായി രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയൻ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയൻ. തീർച്ചയായും ജിഷ്ണു, അത് തന്നെയാണ് കർത്തവ്യപഥിൽ ഭാരതത്തിന്റെ വിശ്വ വിളംബരം തന്നെയാണ് കണ്ടത്. അത്തരത്തിലുള്ള ശക്തിയേറിയ കരുത്തേറിയ പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ പ്രധാന ആകർഷണം.